Dear students, welcome to Sapphire Future Academy Board Boosters series. Last class, we had discussed about monohybrid cross, dihybrid cross and test cross. Okay, in this session, we will be discussing about codominance and incomplete dominance. Codominance and incomplete dominance. ഇത് നമ്മുടെ തേർഡ് പാർട്ടാണ്, തേർഡ് സെഷൻ ആണ്. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. അപ്പൊ നോക്കാം എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് നോക്കാം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, ആ പേര് തന്നെ നോക്കിയേ, ഇൻകംപ്ലീറ്റ്. The dominant character is not completely dominant over the recessive one. എന്ന് പറഞ്ഞാൽ എന്താ, ആ ഡോമിനന്റ് ക്യാരക്ടർ മുഴുവനായിട്ട് ഡോമിനന്റ് ആകുന്നില്ല അല്ലേ? അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? റെസസീവ് ക്യാരക്ടർ കുറച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് മോണോഹൈബ്രിഡ് ക്രോസ് തന്നെയാണ്, പക്ഷേ ഇതിന്റെ ഫീനോടൈപ്പ് മോണോഹൈബ്രിഡിൽ നിന്ന് വേരി ചെയ്യും. അതിനിവിടെ എക്സാമ്പിൾ പറയുന്നത് എന്താ നോക്കുക. ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഇൻ വിച്ച് ദ F1 hybrid show characteristic intermediate of the parental gene. അതായത് F1 ഹൈബ്രിഡിന്റെ ക്യാരക്ടറിസ്റ്റിക്, അതിന്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ആ പാരന്റ്സിന്റെ രണ്ടു പേരുടെയും അല്ല, അതിന്റെ ഇന്റർമീഡിയറ്റ് ആണെന്ന്. എന്താണ് ഇന്റർമീഡിയറ്റ് എന്ന് നമുക്ക് കാണാം. അതിന്റെ സെക്കൻഡ് പോയിന്റ് നോക്കിയോ. ഇൻ ദിസ് പ്രോസസ് the phenotypic ratio of the F2 generation, phenotypic ratio of the F2 generation deviates from the Mendelian monohybrid cross. Mendelian monohybrid crossന്റെ റേഷ്യോ നമുക്കറിയാലോ. F1 progenies എല്ലാം ഡോമിനന്റ് ക്യാരക്ടർ കാണിച്ചു. F2 progenies 1:2:1. അത് ജീനോടിപ്പിക് റേഷ്യോ. അതിന്റെ ഫീനോടിപ്പിക് റേഷ്യോ എന്തായിരുന്നു? 3:1. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ എക്സാമ്പിൾ എടുത്തത് ടോളും ഡോർഫും അല്ലേ? അതിൽ ടോൾ പ്ലാന്റ് എന്ന് പറയുന്നത് 75% ടോൾ പ്ലാന്റും 25% ഡോർഫ് പ്ലാന്റും ആയിരുന്നു അല്ലേ? അതിന്റെ ജീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോൾ 1:2:1 ആണ്, പക്ഷേ ഫീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. ഇവിടെ എന്താ സംഭവിച്ചത്? F2 റേഷ്യോ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ F2 റേഷ്യോ എന്ന് പറയുന്നത് F2ലെ ഏത് റേഷ്യോ? ഫീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് മെൻഡൽ പറഞ്ഞതുപോലെയല്ല, അതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തു. അതായത് മെൻഡൽ പറഞ്ഞു തന്നതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്ന ക്രോസ് ആണ് ഇത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഫ്ലവർ ഏതാന്ന് നോക്കിയേ, പ്ലാന്റ്. ആ പ്ലാന്റ് ഏതാന്ന് നോക്കുക. ഡോഗ് ഫ്ലവർ, സ്നാപ്ഡ്രാഗൺ ഓർ ആന്റിറൈനം സ്പീഷീസ്. ആന്റിറൈനം സ്പീഷീസ് ഇത് മൂന്നും സെയിം തന്നെയാണ്. ഡോഗ് ഫ്ലവർ എന്ന് പറഞ്ഞാലും സ്നാപ്ഡ്രാഗൺ എന്ന് പറഞ്ഞാലും ആന്റിറൈനം എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അതുമല്ലെങ്കിൽ മിറാബലിസ് ജലാപ്പ. മിറാബലിസ് ജലാപ്പ എന്ന് പറയുന്നത് 4 o'clock പ്ലാന്റ്, നമ്മൾ 4 മണി പൂക്കൾ എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ രണ്ട് പ്ലാന്റിലും കാണിക്കുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഇനി നമുക്ക് ആ മെന്റൽ എടുത്ത പോലെ ഞാൻ ഇവിടെ ക്രോസ് കാണിച്ചു തരാം. നോക്കിക്കോ, നമ്മൾ എടുത്ത എന്താണ്? റെഡ് ഫ്ലവർ ഓ റെഡ് പ്ലാന്റും അതുപോലെ തന്നെ വൈറ്റ് പ്ലാന്റും, വൈറ്റ് ഫ്ലവർ ഉള്ള പ്ലാന്റും റെഡ് ഫ്ലവർ ഉള്ള പ്ലാന്റും തമ്മിൽ ക്രോസ് ചെയ്യിക്കുകയാണ്. പ്യുവർ ലൈൻസ് ആണല്ലോ. പ്യുവർ ലൈൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ ജീനോടൈപ്പ് എന്ത് വരും? ഹോമോസൈഗസ്, ക്യാപിറ്റൽ ആർ ക്രോസസ് വിത്ത് സ്മോൾ ആർ അല്ലേ? പ്യുവർ ലൈൻസ് ആണ്, ഹോമോസൈഗസ് ആണ്, കാരണം അത് ട്രൂ ബ്രീഡ്സ് ആണ്. അതിനിടയ്ക്ക് വേറെ ഒരു ഡീവിയേറ്റ് ചെയ്ത അലീൽ വന്നിട്ടില്ല. ഇതിൽ നിന്നും ഗാമീറ്റ് കിട്ടുമല്ലോ. ക്യാപിറ്റൽ ആർ ഈസ് ദ ഗാമീറ്റ്, ഓൺലി വൺ ടൈപ്പ് ഓഫ് ഗാമീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഹിയർ സ്മോൾ ആർ ഈസ് ദ ഗാമീറ്റ്, ഇവിടെയും വൺ ടൈപ്പ് ഓഫ് ഗാമീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ദീസ് ടു, ഇത് രണ്ടും ഫെർട്ടിലൈസേഷൻ നടന്നു. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. This is the F1 progeny. What is the phenotype of this progeny? മെന്റൽ പറഞ്ഞു വെച്ചിട്ട് ഇതിന്റെ ഫീനോടൈപ്പ് എന്തായിരിക്കും? റെഡ് ആയിരിക്കണമല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും പറയും ഇത് റെഡ് ആണ് എന്ന് പറയും അല്ലേ? റെഡ് ആണെന്ന് പറയും, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് റെഡ്. ഇത് റെഡ് അല്ല. What will happen?
ഇവിടെ ഇതിന്റെ ഫീനോടൈപ്പ് വന്നത് ഇതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് കളറാണ്. ദാറ്റ് ഇന്റർമീഡിയറ്റ് കളർ ഈസ് പിങ്ക്. എന്താ പിങ്ക് വരാൻ കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ റെഡ് കളർ എന്ന് പറയുന്ന ഡോമിനൻസ് മുഴുവനായിട്ട് ഡോമിനേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എന്താ, അതിന് ഇടയ്ക്കുള്ള കളർ കുറച്ച് വൈറ്റ് കളർ കൂടി വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് എന്ത് സംഭവിച്ചു, ഇതിന് രണ്ടിന്റെയും ഇടയ്ക്കുള്ള ഇന്റർമീഡിയറ്റ് കളർ വന്നു. ഇനി അപ്പൊ പിങ്ക് കളർ കിട്ടി. ഇനി നമ്മൾ ഇതിന് എന്ത് ചെയ്യാൻ പോവാണ്, സെൽഫിങ് ചെയ്യാൻ പോവാണ്, സെൽഫ് പോളിനേഷൻ ചെയ്യാൻ പോവാണ്. നോക്കുക, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, സെൽഫിങ് അല്ലേ, ക്രോസസ് വിത്ത് capital R small r. How many types of gametes are produced in this genotype? ഇത് heterozygous condition ആണല്ലോ. അപ്പൊ എത്ര ടൈപ്പ് ഗാമീറ്റ് ഫോം ചെയ്യും, ക്യാപിറ്റൽ ആർ ആൻഡ് സ്മോൾ ആർ. ഇവിടെയും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. 2 types of gamete are produced. ഇനി ഫെർട്ടിലൈസേഷൻ നോക്കുക, capital R, here capital R, small r, this is also capital R, small r, and here is small r. What is the phenotype of this progeny? capital R, homozygous ആണ് അല്ലേ. അപ്പൊ ഇത് എന്തായിരിക്കും, റെഡ്. അടുത്തത് നോക്കിയേ, ഇത് രണ്ടൊന്ന് നോക്കിയേ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. എന്തായിരിക്കും അതിന്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്, റെഡ് വരില്ല. കാരണം എന്താ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. അപ്പൊ ഇത് രണ്ടും എന്ത് വന്നു, ഹിയർ ഈസ് പിങ്ക്. ദിസ് വൺ ഓൾസോ ഹോമോസൈഗസ് recessive, that is white. Then what is the phenotypic ratio? അപ്പൊ ഇതിന്റെ phenotypic ratio എന്താ, phenotypic ratio എന്താണ് ഇതിന്റെ phenotypic ratio എന്ന് പറയുന്നത്, 1 red is to 2 pink is to 1 white അല്ലേ എന്ന് പറഞ്ഞാൽ 1 is to 2 is to 1. Here is the phenotypic ratio. Then what is the genotype of this F2 progenies? ജീനോടൈപ്പും എന്ത് തന്നെയാണ്, സെയിം തന്നെയല്ലേ. ജീനോടൈപ്പ് എന്ന് പറഞ്ഞ സെയിം തന്നെയല്ലേ. നോക്കിയേ, ജീനോടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, 1 capital R is to 2 capital R small r is to 1 small r എന്ന് പറഞ്ഞാൽ എന്താ, here also 1 is to 2 is to 1. That means the phenotypic ratio and genotypic ratio are same in incomplete dominance. ഇപ്പൊ മെന്റൽ പറഞ്ഞതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തില്ലേ എന്ന് നോക്ക്. F1 പ്രോജനീസ് എല്ലാം ഇന്റർമീഡിയറ്റ് കളറാണ് കിട്ടിയത്. എന്താണ് കിട്ടിയത്, പിങ്ക് ആണ്. മെന്റൽ പറഞ്ഞ എന്താ, ക്യാരക്ടേഴ്സ് ഡിഡ് നോട്ട് ബ്ലെൻഡ്, ക്യാരക്ടേഴ്സ് ബ്ലെൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ബ്ലെൻഡ് ചെയ്തു, ഇവിടെ അതിന്റെ ഇന്റർമീഡിയറ്റ് കളർ കിട്ടി. ഇനി F2 പ്രോജനീസ് വന്നപ്പോൾ എന്താ സംഭവിച്ചത്, റെഡും വന്നു പിങ്കും വന്നു, വീണ്ടും ആ ഇന്റർമീഡിയറ്റ് പ്രോജനീസ് വന്നു. അതിന്റെ പെർസെന്റേജ് കൂടുതലായിരുന്നു അല്ലേ. ഹോമോസൈഗസ് ഡോമിനന്റിന്റെ പെർസെന്റേജ് എത്രയേ ഉള്ളൂ, 25% ഉള്ളൂ. ഹെട്രോസൈഗസ് നോക്കുക, ഇന്റർമീഡിയറ്റ് നോക്കുക, 50% ആണ്. അതും നോക്കുക, 25% ആണ്. അപ്പൊ ഇങ്ങനെ ഇന്റർമീഡിയറ്റ് കളർ വന്നത് കൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് പറയുന്നത്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയാൻ കാരണം. Incomplete dominance, the dominant character is not completely dominate over the recessive one, not completely dominate over the recessive character. Okay, അപ്പൊ അതാണ് incomplete dominance. ഇനി നമ്മൾ പറയണം, then what is the concept of dominance? അങ്ങനെയെങ്കിൽ എന്താ ഈ ഡോമിനൻസ് എന്ന് പറയുന്നത് എന്താണ്, what is the concept of dominance? അതാണ് പറയാൻ പോകുന്നത്. Yes, look. കോൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. കോൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ്, ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ ഡോമിനന്റ് ക്യാരക്ടർ കാണിക്കുന്നതിനെയാണ് ഡോമിനൻസ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ലോ ഓഫ് ഡോമിനൻസ്, മെന്റല് 3 ലോസാ പറഞ്ഞത്. മോണോഹൈബ്രിഡ് ക്രോസിൽ നിന്ന് മെന്റൽ പറഞ്ഞ 2 ലോയാണ്, ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും.
Law of segregation is also called as law of purity of gamete. അതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. Law of segregation is also called as law of purity of gametes. പിന്നെ ഡൈഹൈബ്രിഡ് ക്രോസ് വന്നപ്പോൾ ഈ രണ്ട് ലോസിന്റെ കൂടെ ഒരു ലോയും കൂടി വന്നു. ഏതാണ് ആ ലോ എന്ന് പറയുന്നത്? എന്തായിരുന്നു? ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് അല്ലേ? ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഇനി നമ്മളിവിടെ പറയാൻ പോകുന്നത് വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ്. എന്താണ് ഈ ഡോമിനൻസിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? ലുക്ക് ദ ഫസ്റ്റ് പോയിന്റ്. എവറി ജീൻ കണ്ടെയ്ൻസ് ദ ഇൻഫർമേഷൻ ടു എക്സ്പ്രസ് എ പെർട്ടിക്കുലർ ട്രൈറ്റ്. ഓരോ ജീനിനും എന്തുണ്ടെന്നാ പറയുന്നത്? ഓരോ ജീനിനും കണ്ടെയ്ൻസ് the information to express a particular trait. ഒരു ട്രൈറ്റിനെ കാണിക്കാനുള്ള ഇൻഫർമേഷൻ ഓരോ ജീനിലുമുണ്ട്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്, ഡിപ്ലോയിഡ് ഓർഗാനിസം ആണെന്ന് വിചാരിക്കുക. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ 2n ആണ്. ഡിപ്ലോയിഡ് ഓർഗാനിസം ആണെങ്കിൽ there are 2 copies of each gene അല്ലേ? ഒരു ജീനിന് 2 കോപ്പീസ് കാണും. ആ കോപ്പീസിനെ നമ്മൾ എന്താ പറയുന്നത്? പെയർ ഓഫ് അലീൽസ് എന്ന് പറയും. ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 അലീലും എന്താ? സെയിം ആണെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോസൈഗസ് കണ്ടീഷൻ, ഹോമോസൈഗസ് പെയർ ഓഫ് അലീൽ. സ്മോൾ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോസൈഗസ് തന്നെയാണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് വന്നാലോ അവിടെ നോക്കിയേ, ഈ അലീലിന് എന്ത് സംഭവിച്ചു? അത് ഡീവിയേഷൻ വന്ന, ഓൾട്ടർനേഷൻ വന്ന അലീലാണ് അല്ലേ? ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്നത് അതിനെ ഹെറ്ററോസൈഗസ് എന്ന് പറയും. അപ്പോ ഒരു ജീൻ ആണെങ്കിൽ അതിന് എന്തുണ്ട്? 2 ഓൾട്ടർനേറ്റീവ് ഫോംസ് കാണും അല്ലേ? ഒരു ജീൻ ആണെങ്കിൽ അതിന് 2 ഓൾട്ടർനേറ്റീവ് ഫോം കാണും. അതിനെ നമ്മൾ പെയർ ഓഫ് അലീൽസ് എന്ന് പറയും. ദെൻ തേർഡ് പോയിന്റ് നോക്കാം. These 2 alleles need not always be identical. അതിനെ പറയുന്ന പേരാണ് heterozygote. This one need not identical ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ heterozygote or heterozygous എന്ന് പറയും. Then അടുത്ത പോയിന്റ് നോക്കാം. One of them may be different due to some changes that it has undergone which modifies the information that particular allele contain. അതിനകത്ത് ഒരു അലീൽ എന്ന് പറയുന്നത് മോഡിഫൈഡ് ആണല്ലോ, അത് ഡിഫറെന്റ് ആണ്, അത് മോഡിഫൈഡ് ആണ്. ആ മോഡിഫൈഡ് അല്ലി എന്ത് സംഭവിക്കും? ചില ചേഞ്ചസ് വരും. അങ്ങനെ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അത് എക്സ്പ്രസ് ചെയ്യുന്നതിലും ചില ചേഞ്ചസ് കാണിക്കും അല്ലേ? ഓൾട്ടർനേഷൻ വന്നു കഴിഞ്ഞാൽ, ഓൾട്ടർനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ചേഞ്ചസ് വരും. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ചസ് വരിക എന്നാണ്. ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നോർമലി അവരുടെ എക്സ്പ്രഷനും എന്ത് സംഭവിക്കും? ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അതിനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഈ ജീൻ ദാറ്റ് കണ്ടെയ്ൻ ദ ഇൻഫർമേഷൻ ഫോർ പ്രൊഡക്ഷൻ ഓഫ് ആൻ എൻസൈം. ഒരു ജീൻ, ആ ജീന്റെ ഫംഗ്ഷൻ എന്താണ്? അതൊരു എൻസൈമിനെ ഉണ്ടാക്കും. പ്രൊഡക്ഷൻ ഓഫ് ആൻ എൻസൈം. എൻസൈമിന്റെ ഫംഗ്ഷൻ എന്താ? അതെന്താ ചെയ്യുന്നത്? സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റും അല്ലേ? എൻസൈം എന്ന് പറഞ്ഞ പ്രോട്ടീൻ അല്ലേ? അതെന്താ ചെയ്യുന്നത്? സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റും. അപ്പൊ നിങ്ങൾ ഒരു ജീനെ സപ്പോസ് ചെയ്യുക. ആ ജീനിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഇൻഫർമേഷൻ ഓഫ് പ്രൊഡ്യൂസിങ് ആൻ എൻസൈം. അതാണ് ആ ജീനിന്റെ ഫംഗ്ഷൻ. ഇനി now there are 2 copies. ജീൻ അല്ലേ? 2 കോപ്പീസ് വേണ്ടേ? 2 copies of this gene. That means 2 allelic form. അപ്പൊ ആ ജീനിനും 2 കോപ്പി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് 2 allelic ഫോം ഉണ്ട്. Let us assume that അതിൽ നമ്മൾ ഓരോന്നായിട്ട് പറയണം. നോർമൽ അലീൽ ആണെന്ന് വിചാരിക്കുക. നോർമൽ അലീൽ പ്രൊഡ്യൂസ് നോർമൽ എൻസൈം. നോർമൽ അലീൽ പ്രൊഡ്യൂസ് നോർമൽ എൻസൈം. നോർമൽ അലീൽ ആണെങ്കിൽ അവർ നോർമൽ എൻസൈം ആയിരിക്കും. നോർമൽ എൻസൈം ആണെങ്കിൽ അവർ എന്ത് ചെയ്യും? സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കും. ദാറ്റ് ഈസ് നീഡഡ് ഫോർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. സബ്സ്ട്രേറ്റിനെ എന്താക്കി മാറ്റും? ട്രാൻസ്ഫോർമേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ടു പ്രോഡക്റ്റ് അല്ലേ? അത് ഫങ്ഷണൽ ആണത്. സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കും. അത് നോർമൽ അലീലാണ്. അപ്പൊ ഇനി മോഡിഫൈഡ് അലീൽ വേണ്ടേ? ചേഞ്ചസ് വന്ന അലീൽ വേണ്ടേ? നോക്കാം. തിയററ്റിക്കലി ദ മോഡിഫൈഡ് അലീൽ could be responsible for production of. അത് 3 രീതിയിൽ റെസ്പോൺസ് ചെയ്യാം.
അതിലെ ഒന്നാമത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താ നോക്കുക. 1 നോർമൽ ഓർ ലെസ് എഫിഷ്യന്റ് എൻസൈം. അതെന്താണെന്നാ പറയുന്നത്? ഒന്നുകിൽ അത് നോർമലിനെ പോലെ തന്നെ ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ ലെസ് എഫിഷ്യന്റ് എൻസൈം ഉണ്ടാക്കും, പക്ഷെ എൻസൈം ലെസ് എഫിഷ്യൻസി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന്റെ ചിലപ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വന്നിരിക്കും, ക്വാളിറ്റി കുറഞ്ഞു വന്നിരിക്കും. അതാണ് ലെസ് എഫിഷ്യന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത് എങ്ങനെയാകാം? നോൺ ഫങ്ഷണൽ എൻസൈം. എൻസൈം ഉണ്ടാക്കും, പക്ഷെ അതെന്താ? നോൺ ഫങ്ഷണൽ. അത് നോൺ ഫങ്ഷണൽ ആണ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റിനെ എന്താക്കില്ല? പ്രോഡക്റ്റ് ആക്കില്ല. മൂന്നാമത്തെ ഫോം നോക്കിയേ, നോ എൻസൈം അറ്റോൾ. മൂന്നാമത്തെ ഫോം എന്താ? എൻസൈമിനെ ഉണ്ടാക്കുകയില്ല. എൻസൈമിനെ ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ പ്രോഡക്റ്റ് ഉണ്ടാവില്ലല്ലോ, അല്ലേ? അപ്പോൾ ഈ മോഡിഫൈഡ് അലീൽ എന്ന് പറയുന്നത് 3 രീതിയിൽ ബിഹേവ് ചെയ്യാം. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ അത് നോർമൽ തന്നെയാകാം, അല്ലെങ്കിൽ ലെസ് എഫിഷ്യന്റ്, അതിന്റെ എഫിഷ്യന്റ് കുറഞ്ഞ എൻസൈം ആകാം. എൻസൈമിന് എഫിഷ്യൻസി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് ഉണ്ടാകുന്നതിന്റെ ക്വാണ്ടിറ്റിയോ ക്വാളിറ്റിയോ കുറയും, ആണല്ലോ. അതാണ് ഫസ്റ്റ് ഫോം. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് ഫോം നോൺ ഫങ്ഷണൽ എൻസൈം. എൻസൈമിനെ ഉണ്ടാക്കും, പക്ഷേ എൻസൈം എന്തല്ല? ഫങ്ഷണൽ അല്ല. എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റ് അതേപടി തന്നെ ഇരിക്കും, അത് പ്രോഡക്റ്റ് ആയിട്ട് മാറില്ല. മൂന്നാമത്തെ ഫോം എന്താ? നോ എൻസൈം അറ്റോൾ. അവർ എൻസൈമിനെ ഉണ്ടാക്കുന്നേയില്ല. അപ്പോൾ ഡോമിനൻസ് എന്ന് പറയുന്നതിന്റെ കോൺസെപ്റ്റ്, അതിനകത്ത് ഡോമിനന്റ് ആയിട്ടുള്ള ഒരു നോർമൽ അലീലുണ്ട്, പിന്നെ വരുന്ന മോഡിഫൈഡ് ആയിട്ടുള്ള അലീൽ 3 രീതിയിൽ ബിഹേവ് ചെയ്യാം, അല്ലേ? 3 രീതിയിൽ ബിഹേവ് ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത്. അപ്പൊ നമ്മൾ ഇൻകംപ്ലീറ്റ് പറഞ്ഞു. എന്താണ് ഡോമിനൻസ്? വാട്ട് ഈസ് എ കോൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ്? ക്ലിയർ ആയല്ലോ? ദെൻ നെക്സ്റ്റ് നോക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോ ഡോമിനൻസ് ആണ്. കോ ഡോമിനൻസ് നോക്കിയേ. കോ ഡോമിനൻസ്. കോ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ കോപ്പറേഷൻ വിത്ത്. 2 പേരും കൂടി ഒരുമിച്ച് ബിഹേവ് ചെയ്യുന്നു, അല്ലേ? ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഓൾട്ടർനേറ്റീവ് ഫോം വന്നു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഫോം അവിടെ എന്താ? റിസസീവ് ആയിട്ടിരിക്കും. ഇതങ്ങനെയല്ല. കോ കോ എന്ന് പറഞ്ഞാൽ 2 പേരും ഒരേപോലെ എക്സ്പ്രസ് ചെയ്യും. അതാണ് കോ ഡോമിനൻസ്. മെന്റൽ പറഞ്ഞതിൽ നിന്നും ഒരുപാട് ഡീവിയേറ്റ് ചെയ്താണ് ഇവിടെയും റേഷ്യോസ് വരുന്നത്. എന്താന്ന് നോക്കുക. കോ ഡോമിനൻസ് ഇസ് ദ ഫിനോമിനൻ ഇൻ വിച്ച് two alleles are able to express themselves independently. കണ്ടോ? 2 അലീൽസും ഏബിൾ ടു എക്സ്പ്രസ് ഇൻഡിപെൻഡന്റ്ലി. 2 അലീൽസും ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. അതിനുള്ള എബിലിറ്റി അവർക്കുണ്ട്. അപ്പൊ 2 പേരും ഇൻഡിപെൻഡന്റ് ആയിട്ട് അവിടെ എക്സ്പ്രസ് ചെയ്യും. വെൻ പ്രസന്റ് ടുഗദർ, 2 പേരും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ 2 പേരും ഒരേപോലെ വരും. അതാണല്ലോ ഏബിൾ ടു എക്സ്പ്രസ് ദംസെൽസ് എന്ന് പറയുന്നത്. ദംസെൽസ് ഇൻഡിപെൻഡന്റ്ലി വെൻ പ്രസന്റ് ടുഗദർ. അപ്പൊ 2 പേരും ഒരേപോലെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോ ഡോമിനൻസ്. ദീസ് അലീൽസ് ആർ കോൾഡ് കോ ഡോമിനന്റ് അലീൽസ്. The offspring show resemblance to. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓസ്പ്രിങ്സിന്റെ പ്രത്യേകത എന്താണ്? റിസംബ്ലൻസ് ടു ബോത്ത് ദ പാരന്റ്സ്. 2 പാരന്റ്സിനെയും അവര് എന്ത് ചെയ്യും? റിസംബിൾ ചെയ്യും. അതിന് എക്സാമ്പിൾ പറയുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻസ് ആണ്. ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻസ്. നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പ് 4 ടൈപ്സ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ് ആണല്ലോ. ഏതൊക്കെയാണ്? A ബ്ലഡ് ഗ്രൂപ്പ്, B ബ്ലഡ് ഗ്രൂപ്പ്, AB ബ്ലഡ് ഗ്രൂപ്പ്, O ബ്ലഡ് ഗ്രൂപ്പ്, അല്ലേ? 4 തരത്തിലെ ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ് ഈ ബ്ലഡ് ഗ്രൂപ്പ്സ്. അതുകൊണ്ടാണ് ABO ബ്ലഡ് ഗ്രൂപ്പ്. ABO ബ്ലഡ് ഗ്രൂപ്പ് ഷോസ് കോഡോമിനൻസ്. നോക്കുക. The gene for blood group exists in 3 allelic form. ഇതിന്റെ മറ്റൊരു വ്യത്യാസം നോക്കിയേ. അതായത് ബ്ലഡ് ഗ്രൂപ്പിന്റെ ജീനിനെ നമ്മൾ I എന്നാ പറയുന്നത്. The gene for blood group is I. നോർമലി ഒരു ജീനി എത്ര അലീൽസ് ഉണ്ട്? 2 അലീൽസ് അല്ലേ ഉള്ളൂ. ഇവിടെ എന്താണെന്നറിയോ? ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കിയേ. എത്ര അലീൽസ് എന്നാ പറഞ്ഞിരിക്കുന്നത്? 3 അലീൽസ് ആർ ദ. 3 അലീൽസ് ഉണ്ട്. ആ അലീൽസ് ഏതൊക്കെയാണെന്ന് നോക്കുക. IA, IB ആൻഡ് സ്മോൾ I.
സ്മോൾ ഐ എന്ന് പറയാം, അല്ലെങ്കിൽ ചിലതിൽ I0 എന്നും പറയാറുണ്ട് കേട്ടോ, ഇങ്ങനെയും പറയാറുണ്ട്. ഇതാണ് 3 അലീൽ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു ജീനിന് 2ൽ കൂടുതൽ അലീൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ അലീലിസം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പറയുന്നത് മൾട്ടിപ്പിൾ അലീലിസം എന്നാണ്. മൾട്ടിപ്പിൾ അലീലിസം. അപ്പോ ABO ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കോഡോമിനൻസ് ആൻഡ് മൾട്ടിപ്പിൾ അലീലിസം. രണ്ടിനും എക്സാമ്പിൾ എന്ത് തന്നെയാണ്? ABO ബ്ലഡ് ഗ്രൂപ്പ് ആണ്. കോഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈക്വലി എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ കോഡോമിനൻസ്. മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജീനിന് തന്നെ 3 അലീലിക് ഫോം അല്ലെ, 2ൽ കൂടുതൽ അലീലിക് ഫോം വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ അലീലിസം. ഓക്കെ, ഇനി IA and IB produce RBC സർഫസ് ആന്റിജൻ A and B. ഇത് നിങ്ങൾ +1 പഠിക്കുന്നതാണ്. IA എന്ന് പറയുന്ന IA എന്ന് പറയുന്ന അലീലാണെന്ന് വിചാരിക്കുക. IA ആണെങ്കിൽ ഇവരിൽ എന്തുണ്ട്? A ആന്റിജൻ പ്രസന്റ് ആയിരിക്കും. IB ആണെങ്കിൽ B ആന്റിജൻ പ്രസന്റ് ആയിരിക്കും. സ്മോൾ I ആണെങ്കിൽ നോ ആന്റിജൻ ഈസ് പ്രസന്റ്. അപ്പോ IAയും IBയും വന്നു കഴിഞ്ഞാലോ ബോത്ത് ആന്റിജൻസ് ആർ പ്രസന്റ്. എവിടെയാണ് ഈ ആന്റിജൻ കാണുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ആന്റിജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ RBC സർഫസ്. RBC നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിന്റെ പ്ലാസ്മ മെംബ്രെയിൻ, അതിന്റെ സർഫസിലാണ് എന്ത് കാണുന്നത്? ഈ ആന്റിജൻസ് കാണുന്നത്. അപ്പോൾ ഏത് ആന്റിജൻ ആണോ അവർക്കുള്ളത് അതിന്റെ ബേസിസിലാണ് നമ്മൾ IA, IB, I സ്മോൾ I. IA ആണെങ്കിൽ A ആന്റിജൻ, IB ആണെങ്കിൽ B ആന്റിജൻ, സ്മോൾ I ആണെങ്കിൽ നോ ആന്റിജൻ ഈസ് ഫോർഡ്. ക്ലിയർ? ഒന്നും കൂടി നോക്കുക. IA and IB produce RBC surface antigens A and B respectively, whereas small I does not produce any antigen. Small I ആണെങ്കിൽ does not produce, അവർ ഒരു ആന്റിജനെയും ഉണ്ടാക്കുന്നില്ല. IA and IB both are dominant alleles. IAയും ഡോമിനന്റ് ആണ്, IBയും ഡോമിനന്റ് ആണ്. രണ്ടും ഡോമിനന്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? രണ്ടും ഈക്വലി എക്സ്പ്രസ്ഡ് ആണല്ലോ. രണ്ടും ഡോമിനന്റ് ആണെങ്കിൽ these two are equally expressed. Whereas small I എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റെസസീവ് അലീൽ. അപ്പോ നമ്മൾ ഈ എഴുതിയിരിക്കുന്നതിൽ IA ആൻഡ് IB ഇത് രണ്ടും എന്താ? ഡോമിനന്റ് അലീലാണ്. സ്മോൾ I എന്ന് പറയുന്നത് എന്താ? റെസസീവ് അലീലാണ് അല്ലേ? ഇനി അടുത്ത പോയിന്റ് നോക്കുക. ഇൻ കേസ് IA and IB are present together, IA and IB രണ്ടും ഒരുമിച്ച് വന്നാൽ both express equally, രണ്ടും ഒരേപോലെ എക്സ്പ്രസ് ചെയ്യും, both express equally and produce both the surface antigen A and B. രണ്ടും ഒരേപോലെ എക്സ്പ്രസ് ചെയ്യും, അതായത് RBCയുടെ സർഫസിൽ A ആന്റിജനും കാണും, B ആന്റിജനും കാണും. ഇനി നമുക്ക് ഒരു കാര്യം നോക്കാം. ദേ ഇവിടെ ഒരു ടേബിൾ നോക്കിയേ, ജീനോ ടൈപ്പ് ആണ് എഴുതിയിരിക്കുന്നത്. IA ഇത് രണ്ടും ഡോമിനന്റ് ഹോമോസൈഗസ് കണ്ടീഷൻ ആണ്. ബ്ലഡ് ഗ്രൂപ്പ് എന്താ വന്നത്? ബ്ലഡ് ടൈപ്പ് എന്താണ്? A ബ്ലഡ് ഗ്രൂപ്പ്. ഇനി ഞാൻ അടുത്തതൊന്ന് എഴുതുക. ഇതാണെങ്കിൽ എന്തായിരിക്കും? IA സ്മോൾ I. ആലോചിച്ച് നോക്ക്. IA എന്ന് പറയുന്ന ഡോമിനന്റ് ആണ്, സ്മോൾ I എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അത് റെസസീവ് ആണെന്ന് പറഞ്ഞത് കണ്ടോ. സ്മോൾ I ഈസ് റെസസീവ്. അപ്പോ ഇതിന്റെ ബ്ലഡ് ടൈപ്പ് എന്തായിരിക്കും? ഇതിന്റെ ബ്ലഡ് ടൈപ്പ് എന്തായിരിക്കും? IA സ്മോൾ I എന്തായിരിക്കും? A തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, IA ഹോമോസൈഗസ് കണ്ടീഷൻ വന്നാലും IA സ്മോൾ I വന്നാലും the blood type is A blood group അല്ലേ? ബ്ലഡ് ടൈപ്പ് എന്ന് പറയുന്നത് A blood group ആണ്. ലൈക്ക് ദാറ്റ്. ഇവിടെ നോക്കുക, ഇവിടെ നോക്കുക, IA IB എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും ഡോമിനന്റ് അല്ലേ എന്ന് നോക്കിയേ.
ഐ എയും ഡോമിനന്റ് ആണ്, ഐ ബിയും ഡോമിനന്റ് ആണ്. രണ്ടും ഡോമിനന്റ് ആണെങ്കിൽ ദീസ് ടു ആർ ഈക്വലി എക്സ്പ്രസ്ഡ്. ഈക്വലി എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് ടൈപ്പ് എന്തായിരിക്കും? എ ബി ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ? എ ബി ബ്ലഡ് ഗ്രൂപ്പ്. എ ആന്റിജനും വന്നു, ബി ആന്റിജനും വന്നു എന്നല്ല, അവിടെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? എ ബി ആയിട്ട് മാറും. വേറെ ഏതെങ്കിലും കണ്ടീഷൻസിൽ എ ബി ആകുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരൊറ്റ കണ്ടീഷൻ ജീനോടൈപ്പിലാണ്. ഐ എ ഐ ബി വന്നു കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി ആണ്. ഇനി അടുത്ത നോക്കിയേ, ഐ എ സ്മോൾ ഐ. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഐ എ സ്മോൾ ഐ. ഐ എ ഡോമിനന്റ് ആണ്, സ്മോൾ ഐ റെസസീവ് ആണ്. ബ്ലഡ് ഗ്രൂപ്പ് എന്ത് വന്നു? എ ബ്ലഡ് ഗ്രൂപ്പ്. ഇനി ഇവിടെ നോക്കുക, ഐ ബി ഐ ബി രണ്ടും ഹോമോസൈഗസ് ഡോമിനന്റ് ആണ്, ബ്ലഡ് ഗ്രൂപ്പ് ബി വന്നു. അതുപോലെ തന്നെ ഐ ബി സ്മോൾ ഐ. സ്മോൾ ഐയുടെ പ്രത്യേകത എന്താ? കനോട്ട് പ്രൊഡ്യൂസ് എനി ആന്റിജൻ അല്ലേ എന്ന് പറയുമ്പോൾ അവിടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ത് വന്നു? ബി വന്നു. കാരണം ഇവിടെ ഡോമിനന്റ് ആരാ? ഐ ബി ആണ്. സ്മോൾ ഐ എന്ന് പറയുന്നത് റെസസീവ് ആണ്, അത് ആന്റിജനെ ഉണ്ടാക്കുന്നില്ല. ഇനി ലാസ്റ്റ് നോക്കിയേ, സ്മോൾ ഐ രണ്ട് സ്മോൾ ഐ വന്നു. സ്മോൾ ഐ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞത്? അത് റെസസീവ് ആണ്, അത് ആന്റിജനെ ഉണ്ടാക്കുന്നില്ല. അപ്പൊ അവിടെ എന്ത് ഫോം ചെയ്തു? ഓ ഫോം ചെയ്തു. ഓ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് വന്നു. അങ്ങനെയെങ്കിൽ ഹൗ മെനി ജീനോടൈപ്സ് ആൻഡ് ഹൗ മെനി ഫീനോടൈപ്സ് ആർ പ്രസന്റ് ഇൻ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ്? എത്ര ജീനോടൈപ്പും എത്ര ഫീനോടൈപ്പുമാണ് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിലുള്ളത്? ആലോചിച്ച് നോക്ക്. ആദ്യം നമുക്ക് ഇത് ജീനോടൈപ്പ്, ബ്ലഡ് ടൈപ്പ് എന്ന് പറയുന്ന ഫീനോടൈപ്പ് ആണല്ലോ. ഇത് ഫീനോടൈപ്പ് ആണ്. ഫീനോടൈപ്പ് എത്രയാണ്? എ ഒന്നാമത്തത് അല്ലേ? ഒന്നാമത്തത് എ. എ ബി രണ്ടാമത്തത്. ഇത് ഏ തന്നെയാണ്? ബി മൂന്നാമത്തത്. ഓ നാലാമത്തത്. അപ്പൊ എത്ര ഫീനോടൈപ്പാ? 4 ഫീനോടൈപ്സ്. ഇനി എത്ര ജീനോടൈപ്പാ? 1 2 3 4 5 6. എത്ര ജീനോടൈപ്പാ? 6 ജീനോടൈപ്പ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ 4 ഫീനോടൈപ്സും 4 ഫീനോടൈപ്സ് ആൻഡ് 6 genotypes are present. 4 phenotypes and 6 genotypes are present. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ടൈപ്പ് ആണ് അല്ലേ? അത് 4 എണ്ണേ ഉള്ളൂ. ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അതിൽ തന്നെ എ ബ്ലഡ് ഗ്രൂപ്പിന് 2 ജീനോടൈപ്പ്, ബി ബ്ലഡ് ഗ്രൂപ്പിന് 2 ജീനോടൈപ്പ്, ഒ ബ്ലഡ് ഗ്രൂപ്പിന് 1 ജീനോടൈപ്പ്, എ ബി ബ്ലഡ് ഗ്രൂപ്പിന് 1 ജീനോടൈപ്പ്. ഇനി ഇതിനകത്ത് വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഷോ കോഡോമിനൻസ്? ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് കോഡോമിനൻസ് കാണിക്കുന്നതെന്ന്? ഏത് ബ്ലഡ് ഗ്രൂപ്പാണ്? ആലോചിച്ച് നോക്കൂ. 2 അലീൽസും 2 ഡോമിനന്റ് അലീലും ഈക്വലി എക്സ്പ്രസ് ആകുന്നത് ഏത് ബ്ലഡ് ഗ്രൂപ്പിലാണ്? അവരാണല്ലോ കോഡോമിനൻസ് എന്ന് പറയുന്നത്. ഏതിലാണ്? ഇത് കണ്ടോ? ഇതിലാണ്. കണ്ടോ? എ ബി ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിൽ എ ബി ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ എന്ത് കാണിക്കുന്നുള്ളൂ? കോഡോമിനൻസ് കാണിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും എന്താ? ഡോമിനൻസ് തന്നെ കാണിക്കുന്നത്. മെന്റൽ പറഞ്ഞതുപോലെ ഡോമിനൻസ് തന്നെയാണ്. പക്ഷേ എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ 2 ആന്റിജൻസും അല്ലെങ്കിൽ 2 അലീൽസും ഈക്വലി എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പൊ കോഡോമിനൻസ് കാണിക്കുന്ന ഒരൊറ്റ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളൂ. ആരാണത്? എയും ബിയും, അതായത് എ ബി ബ്ലഡ് ഗ്രൂപ്പ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇതാണ് ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? ബ്ലഡ് ഗ്രൂപ്പിംഗ് എ ബി ഒ, അത് 2 എണ്ണത്തിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. കോഡോമിനൻസ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. എന്താണ്? മൾട്ടിപ്പിൾ അലീലിസം. അതും കൂടി നമുക്ക് നോക്കാം. മൾട്ടിപ്പിൾ അലീലിസം എന്താണെന്നാ പറഞ്ഞ? മൾട്ടിപ്പിൾ അലീലിസം ഇറ്റ് ക്യാൻ ഓൾസോ ബി എക്സ്പ്ലെയിൻഡ് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിൽ 2 എണ്ണമാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഒന്ന് കോഡോമിനൻസും ഒന്ന് മൾട്ടിപ്പിൾ അലീലിസവും. ഇൻ ദിസ് കേസ് more than 2, that is 3 alleles governing the same character. Alle? Which are the 3 alleles? I is the gene. It has 3 alleles. First one
IA, second one IB, third one small I. 3 alleles are formed. Then multiple alleles can be found only when population studies are made, since an individual can only 2 alleles. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോപ്പുലേഷനിലെ മൾട്ടിപ്പിൾ അലീലിസം കാണുകയുള്ളൂ അല്ലേ? ഒരു what do you mean by population? Group of similar individual. Human population, cat population, cow population. Population എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിമിലർ ഇൻഡിവിജ്വൽസ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മൾട്ടിപ്പിൾ അലീലിസം കാണണമെങ്കിൽ ഇതൊരു പോപ്പുലേഷനിലേ കാണുകയുള്ളൂ. ഇപ്പോ എന്നെയും നിങ്ങളെയും എടുത്തു കഴിഞ്ഞാൽ അത് എന്താണ്? നിങ്ങളുടെ ഫാമിലിയും എൻ്റെ ഫാമിലിയും ഒന്ന് ആലോചിച്ച് നോക്കുക, അതെന്താണ്? അതൊരു പോപ്പുലേഷൻ ആണ്. അവിടെ മൾട്ടിപ്പിൾ അലീൽസും കാണും. ഇനി എന്നെ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കുക. എ ബ്ലഡ് ഗ്രൂപ്പ്, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണെങ്കിൽ അതിന്റെ ജീനോ ടൈപ്പ് ഏതൊക്കെ ആയിരിക്കാം? ഒന്നുകിൽ IA അല്ലേ, ഓർ IA സ്മോൾ I എന്ന് പറഞ്ഞാൽ ഇവിടെ മൾട്ടിപ്പിൾ അലീലിസം വരുമോ? വരില്ലല്ലോ. ബി ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിലും ഏതൊക്കെ വരാം? ജീനോടൈപ്പ് ഇസ് ഐദർ IB ഓർ IB സ്മോൾ I. ഇനി AB ആണെങ്കിലും അതിന്റെ ജീനോടൈപ്പ് എന്താ? IA IB. O ആണെങ്കിലും അതിന്റെ ജീനോടൈപ്പ് എന്താ? സ്മോൾ I. അപ്പോ മൾട്ടിപ്പിൾ അലീലിസം കാണുന്നത്, മൾട്ടിപ്പിൾ അലീലിസം ആർ സീൻ ഇൻ എ പോപ്പുലേഷൻ, നോട്ട് ഇൻ ആൻ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ ഒരിക്കലും മൾട്ടിപ്പിൾ അലീലിസം ഇല്ല. ഒരു ഇൻഡിവിജ്വലിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തേ ഉള്ളൂ? 2 അലീൽസേ ഉള്ളൂ. പക്ഷെ അതൊരു പോപ്പുലേഷനിൽ നോക്കിക്കഴിഞ്ഞാലോ അവിടെ എന്താണ്? അവിടെ മൾട്ടിപ്പിൾ അലീലിസം ഉണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് 2 എക്സാമ്പിൾ ആണ്. ഒന്നാമത്തത് കോഡോമിനൻസും, രണ്ടാമത്തത് മൾട്ടിപ്പിൾ അലീൽസും. ക്ലിയർ? അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? 2 കാര്യങ്ങളാണ് പഠിച്ചത് അല്ലേ? ഫസ്റ്റ് വൺ ഏതായിരുന്നു? ഫസ്റ്റ് വൺ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. എക്സാമ്പിൾ ഡോഗ് ഫ്ലവർ, സ്നാപ്ഡ്രാഗൺ ഓർ ആന്റി റൈനം. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? കോഡോമിനൻസ്. കോഡോമിനൻസിന്റെ കൂടെ തന്നെയാണ് മൾട്ടിപ്പിൾ അലീലിസം പറഞ്ഞത്. കാരണം കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീലിസം രണ്ടും ABO ബ്ലഡ് ഗ്രൂപ്പിൽ കാണുന്നുണ്ട്. ഇത് രണ്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മെന്റൽ പറഞ്ഞതിൽ നിന്നും ഡിഫറൻ്റ് ആണ് അല്ലേ? മെന്റലിന്റെ ഡീവിയേറ്റിംഗ് ആയിട്ടുള്ള റേഷ്യോസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് വരും. താങ്ക് യു.